ഇപ്പം നമ്മൾ ഇന്ന് ഏഷ്യൻ പെയിന്റിനെ പറ്റിയാണ് നോക്കുന്നത്. ഏഷ്യൻ പെയിന്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും, അത് വാങ്ങാൻ പറ്റിയ സമയമാണോ, ഹോൾഡ് ചെയ്യണോ, സെല് ചെയ്യണം എന്നുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഏഷ്യൻ പെയിന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫണ്ടമെന്റലി ഉള്ള കാര്യങ്ങളോട് നോക്കേണ്ടതായിട്ടുണ്ട്. നോക്കുമ്പോൾ എൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നല്ല ഹ്യൂജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ROC ആൻഡ് ROE പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. ഫണ്ടമെന്റലി നോക്കുന്നതിൽ അത്യാവശ്യം വലിയ വലിയ കമ്പനികൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം. അത് മാത്രം നോക്കിയാൽ മതി. അതിൽ മാർക്കറ്റ് ക്യാപ്പ് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ROC ROE ഓൾമോസ്റ്റ് നിയറാണ്. അപ്പോൾ അതും ഗുഡാണ്. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 32ആണ്. 32.6 എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ വാങ്ങുമ്പോൾ 100 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിലൊരു 32 രൂപ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അത് ബാഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഏഷ്യൻ പെയിന്റ് കൊണ്ടുള്ള ഒരു ഹ്യൂജ് മാർക്കറ്റ് ക്യാപ്പ് കമ്പനിക്ക് അതിൻ്റെ ആയിട്ടുള്ള റിസ്കുകളുണ്ട്. ഓക്കെ, സോ ഡെബിറ്റ് എന്ന് പറയുന്നത് 3929 കോടിയാണ്. അതൊരു ഹ്യൂജ് ഡെബിറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച്. സോ അതിൻ്റെ കുറച്ച് പ്രോഫിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ക്വാർട്ടർലി റിസൾട്ടൂടെ നോക്കാറുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. 1000-1100 ആ റേഞ്ചിലാണ്. 1750 അല്ലെങ്കിൽ ഒരു 1200 റേഞ്ചിൽ മാത്രമാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് മാത്രമാണ് ക്വാർട്ടർ വൈസ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു മൊമെന്റോ അതിനകത്ത് ഈ വരാതിരിക്കുന്നത്. ദെൻ അഗൈൻ അത് നെറ്റ് പ്രോഫിറ്റ്, അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് നോക്കി കഴിയുമ്പോൾ 3000, 4000, 5000 അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 2024 25 ഏകദേശം 3700 ആണ് അവരുടെ CR ആണ് അവരുടെ പ്രോഫിറ്റ്. ഓക്കെ, ഈ 2026 ആയപ്പോഴത്തേക്ക് ഏകദേശം 4300 ആയത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് 38 നിന്ന് 45 രൂപയിലേക്കാണ് EPS ഏർണിംഗ് പെർ ഷെയർ മാറിയിരിക്കുന്നത്. സോ അതൊക്കെ നല്ലൊരു സൈനാണ്. മുകളിലോട്ട് പോകാൻ മൊമെന്റം കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനെ ടെക്നിക്കലി ഉള്ള കാര്യത്തിലോട്ട് നോക്കാം. ടെക്നിക്കലി നോക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ രണ്ട് ട്രെൻഡ് ലൈൻ ഇടയിലാണ് ഇത് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 മുതൽ അറൗണ്ട് 1 ഇയർ കൂടുതലായി. 1 ഇയർ അല്ല, ഇപ്പോൾ ജൂലൈ 2026 ജൂലൈ ആയിട്ടുണ്ട്. ഏകദേശം 2025 ഫെബ്രുവരി തൊട്ട് ഇത് ട്രേഡ് ചെയ്യുന്ന ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്താണ് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു വട്ടത്തിൽ വരുമ്പോൾ ഈ ഒരു ലൈനിൽ വന്നു കഴിയുമ്പോൾ അത് ബൈയിങ് നടക്കുന്ന നല്ല ബൈയിങ് പ്രഷർ വരുന്നു. അതേപോലെ തന്നെ ഈ ടോപ്പ് സൈഡ് വരുമ്പോൾ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരുന്നു. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു കണ്ടിന്യൂസ് പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ അപ്സൈഡ് ട്രെൻഡിലോ ലോവർ സൈഡ് ട്രെൻഡിലോ എപ്പോഴെങ്കിലുമൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ലൊരു ഹ്യൂജ് മൊമെന്റം ഉണ്ടാകുന്നുള്ളൂ. ഹ്യൂജ് മൊമെന്റം അത് ചിലപ്പോൾ അതിൻ്റെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഒക്കെ അതിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചേക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു ഹ്യൂജ് മൊമെന്റമാണ് എല്ലാം എപ്പോഴും കാണാൻ പറ്റുന്നത്. ഈ ഒരു അപ്സൈഡ് നിങ്ങൾ നോക്കാൻ പറ്റും, നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ നമ്പറിൽ ബ്രേക്ക്ഔട്ട് ചെയ്തു. ഈ ബ്രേക്ക്ഔട്ട് ചെയ്ത സമയത്ത് നല്ലൊരു മൊമെന്റിൽ അപ്സൈഡിലേക്ക് പോയി. ദെൻ എഗെയിൻ അത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് താഴേക്ക് വന്നു. ഈ ഒരു ലൈനിൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷറും ഉണ്ട്. മനസ്സിലായോ? താഴേക്ക് വന്നു. അതാണ് ഈ താഴത്തെ ബോട്ടത്തിനെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് നല്ലൊരു മൊമെന്റം കിട്ടുന്നുണ്ട്. മൊമെന്റത്തിൽ നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് കയറി വരുന്നത്. ദാറ്റ് മീൻസ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ലൈനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഈ ഒരു ലൈനെ ബേസ് ഇനിയിപ്പോൾ എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ലൈനിൽ ഇപ്പം താഴെ നിന്ന് ഏകദേശം 2150 എന്നൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ലൈൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരു ട്രിപ്പിൾ ബോട്ടം ആയിരിക്കും. ട്രിപ്പിൾ ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റേഞ്ച് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2172. ഇവിടെ ഒരു തവണ വന്ന് ഹിറ്റ് ചെയ്തു. ഇതിന് അഗെയിൻ സെക്കൻഡ് ടൈമിൽ ഹിറ്റ് ചെയ്തു. തേർഡ് ടൈമിൽ വന്ന് ഇതേ റേഞ്ചിൽ വന്ന് ഹിറ്റ് ചെയ്തതിനു ശേഷമാണ് ബൈങ് ഉണ്ടായിരിക്കുക. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നതാണ് മീനിങ്. ഇപ്പം പൊട്ടി താഴേക്ക് പോകുന്നതാണെങ്കിൽ ഫർദർ തേർഡ് അറ്റംപ്റ്റിൽ താഴേക്ക് പോയാണ്. അത് പോവാതെ ഇവിടെ നല്ല രീതിയിൽ പുൾ ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പുൾ ബാക്ക് എടുത്തുകൊണ്ട് ഇപ്പം നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള ഈ ലൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്തണ്ടേ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് ക്യാനൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സെല്ലിംഗ് പ്രഷറായിട്ട് വരും.
ആക്ട് ചെയ്യും. അതല്ല ഇതിനപ്പുറം ഒരു ബൈയിങ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇത് ബൈ ചെയ്ത് ഈ ട്രെൻഡ് ലൈൻ വരെ പോകും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2775 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിലൂടെ നമുക്ക് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ലെവൽ കൂടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി നെക്സ്റ്റ് ലെവലിൽ അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്സൈഡ് ഒരു 3000 അല്ലെങ്കിൽ 3000-നകത്തുള്ള റേഞ്ചിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ രണ്ട് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ പോലെ ഈ ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ ബൈയിങ് പ്രഷറാണ്, നല്ല മൊമെൻറ്റത്തിൽ കയറുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ എങ്ങും പ്രോഫിറ്റ് ആരും ബുക്ക് ചെയ്തിട്ട് കാണുന്നില്ല. ഇത് ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ലൈനിലാണ്. ഈ ഒരു ലൈനിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഹ്യൂജ് ക്യാൻഡിലാണ്. ഒരു 85%ഓളം അല്ലെങ്കിൽ 90%ഓളം ക്വാളിറ്റിയുള്ള ഒരു സെല്ലിംഗ് പ്രഷറുള്ള റെഡ് ക്യാൻഡിലാണ്. ഈ റെഡ് ക്യാൻഡിലെ മീനിങ് അത് വളരെ സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ലൈനും വന്നു റെഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു ഈ ലൈനിൽ വരുമ്പോൾ ഒരു ബൈയിങ് പ്രഷർ കാണുമെന്നുള്ളത്. ഈ ട്രെൻഡ് ലൈനിൽ അതിൻ്റെ ആക്ഷനാണ് ഇവിടെ കണ്ടത്, ബൈയിങ് പ്രഷർ. മനസ്സിലായോ? അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതാണ് നമുക്ക് ഈ ബൈയിങ് പ്രഷർ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇതിനെ ഓൾമോസ്റ്റ് ഇതിനെ കവർ ചെയ്ത് തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത്. ഇതിൻ്റെ 50% അല്ല, 80% അല്ല, 90% കവർ ചെയ്യാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുന്നത്. അതിൻ്റെ മീനിങ് ഇത് ഒരു ബൈയിങ് പ്രഷറോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ ബൈയിങ് പ്രഷർ നമുക്കിവിടെ സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ് അറിയുന്നത്. സസ്റ്റെയിൻ ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കിട്ടണം. ഈ ഒരു ലൈൻ സസ്റ്റെയിൻ ചെയ്യുമെന്ന് അറിയണമെങ്കിൽ എഗെയിൻ ഈ ലൈനിന് മുകളിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. നമുക്ക് അപ്സൈഡ് മൊമെൻറ്റം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈനിന് മുകളിൽ ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു മുകളിലോട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കും. ഇത് നല്ലൊരു സെല്ലിംഗ് പോയിൻ്റാണ്. നിങ്ങൾ ഈ ഒരു ലൈൻ നോക്കുക, ഇവിടെ ഒരു ഇത് നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് പോകും. നോക്കൂ, ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു ക്യാൻഡിൽ, അല്ലേ? ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ കൊണ്ടുവന്നു അതിന് മാർക്കറ്റിനെ വളരെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ വളരെ ക്രിട്ടിക്കൽ ലൈനാണ്. ഇവിടെ ആക്ഷൻ എടുക്കുന്നത്, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണോ ആക്ഷനോട് പ്രൈസ് ആക്ഷൻ പറയുന്നത്, ആ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തായിരിക്കും ഇവിടുത്തെ ട്രേഡ് എക്സിക്യൂട്ട് ആവുക. സോ ഒരു കാരണവശാൽ ഇവിടെ ബൈ ചെയ്യരുത്. ബൈ ചെയ്യുന്നവർ വെയിറ്റ് ആൻഡ് വാച്ച് ഈ ഒരു ലെവൽ 2770 എന്ന് പറയുന്ന, അല്ലെ 75 എന്ന് പറയുന്ന ആ റേഞ്ച്, ഒരു റേഞ്ചാണത്. എക്സാക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2775 ഈ ഒരു ലൈൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം. സസ്റ്റെയിൻ ചെയ്തൊരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു വെറും ക്യാൻഡിൽ പോരാ, സസ്റ്റെയിൻ ചെയ്ത് ബോഡിയോട് കൂടി ഒരു 75-80% ബോഡിയോട് കൂടിയുള്ള ഒരു നല്ല ക്യാൻഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഗ്രാജുവലി വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ലോസ് റെഫർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മൊമെൻറ്റം എന്തായാലും ഇവിടുന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ലൈൻ വരെ എന്തായാലും പോകും. ഈ ഒരു ലൈനും സാധാരണ ഈ ലൈൻ പോയി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൊമെൻറ്റം കിട്ടും. പക്ഷേ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരെ മസ്റ്റായിട്ട് എന്തായാലും പോകും, അറൗണ്ട് 3000 റുപ്പീസ്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രെൻഡ് ലൈൻ്റെ ലെവലും ഈ ട്രെൻഡ് ലൈൻ്റെ ലെവലും. സോ അത് വാച്ച് ചെയ്ത് മാത്രം ബൈങ്ങിൽ നോക്കുക. സോ ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ആണ് ഇവിടെ, നമുക്കത് ഡിഫോൾട്ടായിട്ട് കാണാൻ പറ്റും. ഒരു സെല്ലിംഗ് പ്രഷർ തന്നെ ഇവിടെ ഉണ്ട്. ബിക്കോസ് ഇവിടെ ഒരു ഇതേ ലൈനിൽ നമുക്ക് നേരത്തെ വന്ന് ആക്ട് ചെയ്തിരിക്കുന്നത് ഹ്യൂജ് സെല്ലിംഗ് പ്രഷറാണ്, ഹ്യൂജ് സെല്ലിംഗ് പ്രഷറാണ്. ഇവിടുത്തെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടുന്ന് ഒരു നല്ലൊരു ബൈയിങ് പ്രഷറോട് കൂടി നല്ലൊരു മൊമെൻറ്റത്തോട് കൂടി കയറി വന്ന ഒരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രൈസാണ്. ഈ പ്രൈസിനെ അവിടെ വന്ന് ഈ ലൈനിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ താഴേക്ക് കൊണ്ടുപോയി. ഇതും സെയിം അല്ലേ? ഈ ഒരു ലൈനിൽ നിന്നാണ് നല്ല മൊമെൻറ്റത്തോടു കൂടി സ്റ്റോക്കിനെ മേലേക്ക് കൊണ്ടുവന്നതാണ്. മേലേക്ക് കൊണ്ടുവന്ന അതേ ലൈനിൽ കൊണ്ടുവരുമ്പോൾ ആ ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് സെല്ലിംഗ് പ്രഷറാണ് സാധാരണ വരിക. അപ്പോൾ അത് ആ സെല്ലിംഗ് പ്രഷറിനെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേറെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് താഴേക്ക് പോയത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെ ആക്ഷൻ എന്താണോ നോക്കിയതിന് ശേഷം മാത്രം ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഈ ഒരു ലൈൻ ഉണ്ട്, മനസ്സിലായോ? ഈ ഒരു ലൈൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ലൈനാണ്. ഈ ലൈനും പൊട്ടിച്ച് താഴെ പോകുന്നുള്ള പ്രൈസ് ആക്ഷൻ നോക്കുക. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ ലൈൻ സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കുക. ആ ലൈൻ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു നല്ല പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നിൽക്കണം. ഓക്കെ.